السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു തരുന്ന വിശിഷ്ടദാസന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ അല്ലാഹു നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും തട്ടിമാറ്റുമാറാകട്ടെ. പരിശുദ്ധവും പവിത്രവുമായ ഒരു മാസത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നു പോകുന്നത്. പലപ്പോഴും പല മുസ്ലിങ്ങൾക്കും ഏതാ മാസം എന്ന് പോലും അറിയാത്തവരുണ്ടാവും. അറിയുന്നവരായിരിക്കും കൂടുതൽ, എന്നാൽ അറിയാത്തവരും ഒരുപാട് ആളുകളുണ്ടാവും. പവിത്രമായ അള്ളാഹുവിൻ്റെ പവിത്രമായ മാസം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം അതാകുന്നു അൽ മുഹറം. ആ മാസത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. മുഹറം എന്ന് കേൾക്കുമ്പോഴേക്കും മുസ്ലിങ്ങളിൽ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പുരോഹിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിലേക്ക് വളരെ വലിയ അന്ധവിശ്വാസങ്ങൾ ഈ മാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഷിയാക്കളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. കേരളത്തിലെ ഷിയാക്കളുടെ നേതാവ് കുണ്ടോട്ടിയിലുള്ള മുഹമ്മദ് ഷായാണ്. അവിടെ ഒരു പ്രത്യേക ജാറമുണ്ട്, മുഹമ്മദ് ഷാ വലിയുള്ള എന്നാണ് പറയുക. ആ ജാറം കേരളത്തിലെവിടെയും അത്തരത്തിലുള്ള ജാറമുണ്ടാവുകയില്ല. അത് ഇറാഖിലൊക്കെയാണ് അത്തരം ജാറങ്ങൾ കാണുക. അത് ഷിയാക്കളുടെ സ്ഥലങ്ങളാണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ആരാണെന്ന് മുസ്ലിങ്ങൾ അല്പം അറിയണം. അവർ വിശ്വസിക്കുന്നത് അലി അല്ലാഹു അൻഹു അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളിലുണ്ട്.
അള്ളാഹുവിൻ്റെ അംശമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളുണ്ട്. അവരുടെ ബാങ്ക് നിങ്ങൾക്കറിയാം. പല പ്രദേശങ്ങളിലുമുള്ള പള്ളിയിൽ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാണ്. അതാണ് പോലെ ബാങ്കിൻ്റെ ഒരു ഭാഗം. വളരെ അപകടകാരികളാണ്. അവരുടെ നേതാവ് മുസ്ലിം വേഷമണിഞ്ഞ അബ്ദുല്ലാഹിബ്നു സൗബ് എന്ന് പറയുന്ന ജൂതനാണ്. ആ ജൂതൻ ഇസ്ലാമിലേക്ക് കടത്തിവിട്ട, അയാൾ മുഖേന കടത്തിവിട്ട, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി ഇസ്ലാമിലേക്ക് കടത്തിവിട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ ഒരു അന്ധവിശ്വാസം ഉൾക്കൊള്ളുന്ന മാസമാണ് മുഹറം. അലി അള്ളാഹു അൻഹു, നമ്മളൊക്കെ പറയുന്നത് ഇടിയും മിന്നലും ഉണ്ടാകുന്നതിന് ശാസ്ത്രീയമായ കാരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഷിയാക്കൾ പറയുന്നത് ഇടി ഉണ്ടാകുന്നത് അലി അള്ളാഹു അൻഹു ഗർജിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ മിന്നലുണ്ടാകുന്നതോ അത് അലി അള്ളാഹു അൻഹു ചാട്ടവാർ വീശുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. യഥാർത്ഥത്തിലൂടെ മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുന്നത് വലിയൊരു വിഭാഗം ആളുകൾ ഷിയാക്കളാണ്. നിങ്ങൾക്ക് യു എയിലൊക്കെ ചെന്നാൽ അവർക്ക് പള്ളി തന്നെ കാണാം. കാരണം എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നവരാണല്ലോ യു എ. എല്ലാ ചപ്പും ചവറും എല്ലാം ഉൾക്കൊള്ളുന്നവരാണ്. ഏതാവട്ടെ, നമ്മളെ വിഷയം അതല്ല. നമ്മളിലേക്ക് എങ്ങനെ ഷിയാ സ്വാധീനമുണ്ടായി? മുസ്ലിങ്ങൾ മുഹറം മാസം വന്നു കഴിഞ്ഞാൽ വിവാഹം നിശ്ചയിക്കില്ല. മുഹറം 10 കഴിയട്ടെ, അല്ലേ? മുസ്ലിങ്ങൾ ഒരു വാഹനം വാങ്ങില്ല, മുഹറം 10 കഴിയട്ടെ. കേട്ടില്ലേ ഈ സംസാരം? മുസ്ലിങ്ങൾ വീട് കുടിയിക്കില്ല, അതും മുഹറം 10 കഴിയണം. വിവാഹം നടത്തില്ല, വിവാഹം നിശ്ചയിക്കില്ല, ഇതൊക്കെ മുഹറം 10 കഴിയണം. കാരണം ശകുനങ്ങളുടെ ദിവസങ്ങളാണ്. അതിന് ഷിയാക്കൾക്കൊരു കാരണമുണ്ട്. ഷിയാക്കളെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മുഹറം 10 അന്നാണ് മൃഗീയമായി കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഷിയാക്കൾ ഇപ്പോൾ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് കത്തികൊണ്ട് കുത്തുകയും മാരകമായ ആയുധം കൊണ്ട് ശരീരം മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ, അല്ലേ? അപ്പോൾ ഇത് ഈ ഷിയാക്കളുടെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ദുഃഖാചരണങ്ങളുടെ ദിവസമായിട്ടാണ് മുഹറം 10 വരെ കണ്ടത്. അത് മുസ്ലിങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ കുണ്ടോട്ടിയിലെ ഷാഹ് വലിയുള്ള, അതൊരു തങ്ങളാണ്. തങ്ങൾ കണ്ടിട്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഷാഹ് വലിയുള്ള, ഈ ഷാഹ് വലിയുള്ള എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ നേതാവാണ്. അതുകൊണ്ടാണ് അവിടെ കുണ്ടോട്ടി കൈക്കാർ നേർച്ചക്ക് വേറെയും പൊന്നാനി കൈക്കാർ വേറെയുമാണ്. അവർ തമ്മിൽ നേർച്ചൻ്റെ യാത്ര പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയും മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്കഥാബില്ല. അങ്ങനെ ഷെയ്ഖ് ഷാ വലിയുള്ളതിൻ്റെ മുരീദന്മാർക്ക് ശിക്ഷയില്ല എന്നാണ് അവർ പറയുക. കാരണം മുരീദായാൽ മതി. എന്താണ് ഈ മുരീദാവുന്നതിന് ഭാഗം? അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. മുഹറം 1 മുതൽ 10 വരെ ഒരു വർക്കും ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ വിഷയങ്ങളിലും, അത് മാത്രമല്ല മുഹറം മാസത്തിലെ ഹിലാല്, മാസപ്പിറവി നിങ്ങൾ കെട്ടിടങ്ങളുടെയോ മരച്ചില്ലുകൾക്ക് ഇടയിലൂടെയോ കണ്ടുപോയാൽ ആ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ആപത്തിലേക്ക് പോകും. ഇതാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അത്തരം വിഷയങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം എങ്ങനെ നമ്മൾ മുഹറം മാസത്തെ കാണണം? മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം പവിത്രതയുള്ള മാസം എന്ന് മാത്രമല്ല, റസൂലുള്ള പറഞ്ഞത് ഷെഹ്റുല്ലാദ, അള്ളാഹുവിൻ്റെ പ്രത്യേക മാസം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് കേൾക്കണം. അല്ലാഹ് പറയാണ്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് ഇസ്നാ അശറ ശഹ്റ. അള്ളാഹുവിൻ്റെ കിതാബിൽ, അതായത് ഖുർആനിൽ, വർഷത്തിൽ 12 മാസം. അല്ലാഹ് പറയാം, ഈ 12 മാസം യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചതെന്നാണോ അന്ന് മുതൽ അള്ളാഹു പ്രഖ്യാപിച്ചതാണ്. ഒരു കൊല്ലത്തിൽ 12 മാസം കേട്ടോ. എന്നിട്ട് പറയാണ് മിൻഹ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ
4 മാസം പവിത്രമായ മാസമാണ്. ആ 4 മാസം ഏതൊക്കെ? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. എല്ലാവർക്കും അറിയാം അല്ലേ? അള്ളാഹു പവിത്ര ഈ 4 മാസങ്ങളിൽ ഏറ്റവും പവിത്രമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഷഹ്റുല്ല അൽ മുഹറം. അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മാസമാണ് മുഹറം, പവിത്രമായ മാസം. എല്ലാവരും ഈ മുഹറം എന്ന് കേൾക്കുമ്പോഴേ എന്തൊക്കെ ചെയ്യൽ ഹറാമായ മാസം എന്നാണ് അതിന് അർത്ഥം പറഞ്ഞു കൊടുക്കുക. അപ്പം അതുകൊണ്ടാണ് അത്തരം ചിന്താഗതികൾ മനുഷ്യന്മാർക്ക് കടന്നു വരാൻ കാരണം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ അത്തരം ചിന്താഗതികളൊന്നും വേണ്ട. മുഹറം എന്ന് പറയുന്നത് ഇസ്ലാമിൽ അള്ളാഹു എല്ലാ വിജയങ്ങളും നൽകിയ മാസമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അനുഗ്രഹീതമായ മാസം, ഏത് നന്മയും ചെയ്യാൻ പറ്റിയ മാസം. നമുക്ക് നോക്കാം. അള്ളാഹു പറയാം, ദാലിക ദീനുൽ ഖയ്യിം. ഈ 4 മാസങ്ങളെ പവിത്രമായി 4 മാസങ്ങളെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് മതത്തിൻ്റെ അടിസ്ഥാനപരമായ വിഷയമാണ്. എന്ന് മാത്രമല്ല, ഫലാ തുല്ലിമു ഫീഹിന്ന അംഫുസക്കും. ഈ 4 മാസങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരനീതിയോ ഒരക്രമയമോ ഒരു തിന്മയോ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും വേറെ മാസം ചെയ്യാനല്ല പറഞ്ഞ അർത്ഥം. നമുക്ക് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ഫലാ തുല്ലിമു ഫീഹിന്ന അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞതിന് തഫ്സീർ പറയാൻ, ആദിഹിൽ അഷ്ഹുറുൽ മുഹറമ, ഈ പവിത്രമായ മാസം, ലിഅന്നഹു ആഖബു അബ്ലഹു ഫിൽ ഇസ്മി മിൻ ഗൈരിഹ. ഈ മാസം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാൽ, അക്രമം വന്നാൽ, അനീതി വന്നാൽ മറ്റ് മാസങ്ങൾ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ശിക്ഷിക്കപ്പെടും. അങ്ങനെ അപ്പം നമ്മൾ ഈ മാസത്തിൻ്റെ പവിത്രത അറിയണ്ടേ? പവിത്രതയും അതിനെപ്പറ്റിയുള്ള അറിവുമില്ലാതിരുന്നാൽ നമുക്ക് എല്ലാ മാസവും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് മുഹറം മാസത്തിൽ വരുന്ന തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയാണ്. അള്ളാഹു പവിത്രമാക്കിയ ഈ മാസം ഒരനീതിയും ഉണ്ടാകാൻ പാടില്ല, ഒരക്രമവും പാടില്ല. എന്നിട്ടോ ബാക്കി ഭാഗം പറയുന്നിട്ടുള്ളത്, കമാ അന്നൽ മആസി ഫിൽ ബലദിൽ ഹറാം യുലാഫ്. ഹറമൈനിൽ വെച്ച്, ഹറമൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹറമൈൻ എന്ന് പറഞ്ഞാൽ മക്കൾക്കും മദീനക്കും കൂടി പറയുന്ന പേരാണിത് ഹറമൈനി അല്ലേ? ആ ഹറമൈനിൽ വെച്ച് ഒരു തിന്മ സംഭവിക്കുന്നു. കമാ അന്നൽ മആസി ഫിൽ ബലദിൽ ഹറാമി യുലാഫ്. നമ്മുടെ ഹറമൈനിൽ വെച്ച് ഒരാൾ തെറ്റ് ചെയ്യുന്നു, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ശിക്ഷ അവിടുന്ന് ചെയ്യുന്ന തെറ്റുകാർക്കുണ്ടാവും, അവിടെ വെച്ച് കുറ്റം ചെയ്യുന്നവർക്ക്. അതുപോലെയാണ് മുഹറം മാസത്തിൽ ഒരു തെറ്റ് വരിക എന്ന് പറഞ്ഞാൽ മറ്റ് മാസങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ ഉണ്ടാവും. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചതാണ് ഇമാം ഇബ്നു കസീർ കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു. നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയാണ്, ഫലാ തുല്ലിമു ഫീഹിന്ന അൻഫുസക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഫീ കുല്ലി ഷഹരിൻ, എല്ലാ മാസവും തെറ്റു വരാൻ പാടില്ല, ഒരു മാസവും തെറ്റു വരാൻ പാടില്ല. എന്നിട്ട് പറയാണ്, സുമ്മ ഇഖ്തസ മിൻ ദാലിക അർബഅത അശ്ഹുർ. പിന്നീട് അള്ളാഹു പ്രത്യേകം 4 മാസങ്ങളെ തിരഞ്ഞെടുത്തു. ഫജഅലഹുന്ന ഹറാമൻ, എന്നിട്ട് ആ 4 മാസങ്ങളെ അള്ളാഹു പവിത്രതയുള്ളതാക്കി. വജഅല ദൻബ ഫീഹിന്ന അഅ്ലം, അതിൽ തെറ്റുകൾ വന്നാൽ ഗുരുതരമായ പാപമാവും ആ മാസങ്ങളിൽ, അതിൽ പ്രത്യേകിച്ച് മുഹറത്തിൽ കേട്ടോ. അതുകൊണ്ട് എന്നാലോ അതേപോലെ തന്നെ വൽ അമലു സാലിഹ്, ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും വൽ അജ്റു അഅ്ലം, ഈ മാസത്തിലെ നിങ്ങളുടെ അമലു സാലിഹിന് മഹത്തരമായ പ്രതിഫലം അല്ലാഹു നൽകും. അപ്പം നമുക്ക് കുറച്ചും കൂടി ദിക്ർ നിർവഹിക്കാനും പ്രാർത്ഥന നിർവഹിക്കുവാനും അള്ളാഹുവിനോട് അടുക്കാനും ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഔത്സുഖ്യമുണ്ടാവും. കാരണം ഈ മാസം നമുക്ക് കുറച്ചുകൂടി മഹത്തരമായ മാസമാണ്, കൂടുതൽ പ്രതിഫലം ലഭ്യമാകുന്ന മാസമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, മുഹറം മാസത്തിൽ ഇസ്ലാം നമുക്കൊരു നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട് അല്ലേ? അത് ഈ മുഹറം മാസത്തിലെ നോമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ജാഹിലിയ കാലം വരെ എല്ലാവരും അനുഷ്ഠിച്ചിരുന്ന നോമ്പാണ്. മക്കാ മുശ്രിക്കുകൾ പോലും നിർവഹിച്ച നോമ്പാണ് മുഹറത്തിൽ നോമ്പ് കേട്ടോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ദിവസങ്ങളിൽ നോമ്പ് പോയിട്ടുണ്ടായിരുന്നു.
എന്നാൽ സഹാബികളോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നില്ല നോമ്പ് നോൽക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി ഹിജറ വന്നു. മുഹറത്തിലാണല്ലോ നബിയുടെ ഹിജറ. എപ്പോഴാണ് ഹിജറ? അല്ലേ, മുഹറത്തിലല്ലേ. അപ്പം ആ മുഹറം മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയത്. ഫറഅൽ യഹൂദ തസൂം, അപ്പോൾ അവിടുത്തെ ജൂതന്മാരെല്ലാം നോമ്പ് നോൽക്കുന്നതായി നബി കണ്ടു. യൗമ ആശൂറ, മുഹറം 10 ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ, ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? കാല, അപ്പം അവർ പറഞ്ഞു, യൗമുൻ സാലിഹ്, ഏറ്റവും നല്ല ദിവസമാണ്. എന്താ കാരണം? കാരണം പറയുന്നുണ്ട്, ഹാദ യൗമുൻ നജ്ജല്ലാഹു മൂസ ബനി ഇസ്രായേൽ, ഇസ്രായേല്യരെ ഈ മൂസാ നബിയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. മിൻ അദുവിഹിം, അവരുടെ ശത്രുക്കളിൽ നിന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നിൽക്കുന്നത്. എന്നിട്ടോ അത് മാത്രമല്ല, അഗറക്ക ഫിറഔന വ ഖൗമഹു, ഫിറൗനെയും അവൻ്റെ അനുയായികളെയും മുക്കിക്കൊല്ലുകയും ചെയ്ത മാസം. അതുകൊണ്ട് ഫസാമഹു മൂസ, അതുകൊണ്ട് മൂസാ നബി നോമ്പ് നോറ്റു. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നതാണ് ജൂതന്മാർ പറഞ്ഞത്. വക്കാല, അപ്പം റസൂലുള്ള പറഞ്ഞു, അന അഹക്കു ബി മൂസ മിൻകും, മൂസാ നബിയോട് നിങ്ങളെക്കാൾ ബാധ്യതയുള്ള ആൾ ഞാനാണ്. അതുകൊണ്ട് ഫസാമുഹു, അദ്ദേഹം നോമ്പ് നോറ്റു. വ അമറ ബി സിയാമിഹി, അനുജന്മാരായ സഹാബത്തിനോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മുഹറം 10 കാര്യമായിട്ടാണ് പറയുന്നത്, ലഇൻ ബഖീതു ഇലാ കാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ല അസൂമന്ന താസിയ, ജൂതന്മാരോട് എതിരാകുവാൻ വേണ്ടി ഞാൻ 9ാമത്തെ നോമ്പ് കൂടി നോൽക്കും. അങ്ങനെയാണ് ഈ 9ഉം 10ഉം വന്നത്. മനസ്സിലായി? അപ്പോൾ ഇസ്ലാമിൽ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രമാണം വേണം. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഷിയാക്കളുടെ ഇസ്ലാമിലേക്കുള്ള പല കുത്തിക്കടത്തലുകളും. അപ്പം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം നോക്കാം. ഇവിടെ റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ബാധ്യതയോടുകൂടി നിർവഹിച്ചിരുന്ന നോമ്പാണ് ഈ മുഹറം മാസത്തെ നോമ്പ്. ഒരിക്കൽ സഹാബി ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലെ, അയ്യു സൗമി അഫ്ളലു ബഅദ റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? കാല, നബി പറഞ്ഞു, ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹു അൽ മുഹറം, അള്ളാഹുലേക്ക് ചേർത്തി വിളിച്ച് മുഹറം മാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. ഫലമ്മ ഫുരിള റമളാൻ, റമളാൻ മാസം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ തറക്ക ആശൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ നോമ്പ് ഫർളിൽ നിന്ന് ഒഴിവാക്കി. ഈ മുഹറം 10 നോമ്പിനെ ഫർളിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫമൻ ഷാ അസാമ, ഇഷ്ടമുള്ളവർക്ക് നോൽക്കാം, ഒമൻ ഷാ തറക്ക, ഇഷ്ടമുള്ളവർക്ക് ഒഴിവാക്കാം. എന്നാലോ എടുത്താൽ കിട്ടുന്ന പ്രതിഫലോ യുക്കഫിറു അസ്സനത്തൽ മാലിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു തരും. അത്രയും പ്രതിഫലമുള്ളൊരു നോമ്പാണ്. അപ്പം ചിലർ 10 പ്രാധാന്യം, കൂടുതൽ പ്രാധാന്യം. 9 നോറ്റിട്ട് 10 ഒഴിവാക്കരുത്, 9 ഒഴിവാക്കിയിട്ട് 10 നോൽക്കാം. രണ്ടും നോൽക്കേണ്ടതല്ല ഞാൻ പറയുന്നത്, രണ്ടും നോൽക്കണം. പക്ഷേ ചില ആൾക്കാർ 9 നോറ്റിട്ട് 10 ഒഴിവാക്കും. 10 വളരെ പ്രബലമായ സുന്നത്ത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ച മാസവും അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിലെ 12 ഒരു വർഷത്തെ 12 മാസമാക്കി അള്ളാഹു നിശ്ചയിക്കുകയും ആ 12 മാസങ്ങളെ അള്ളാഹു ആരംഭിച്ചു. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ ഇപ്പം പുതുവർഷമാണല്ലോ മുഹറം അല്ലേ, പവിത്രമായ മാസം കൊണ്ട് ആരംഭിച്ചു, പവിത്രമായ മാസം കൊണ്ട് അവസാനിപ്പിച്ചു. അങ്ങനെയാണല്ലോ ഈ ഹിജ്രി കലണ്ടർ അല്ലേ. മുഹറം കൊണ്ട് ആരംഭിച്ചു, ദുൽഹിജ്ജ കൊണ്ട് അവസാനിപ്പിച്ചു. രണ്ടും പവിത്രമായ മാസം കേട്ടോ. ജനുവരി അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഹിജ്രി കലണ്ടറാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ആരംഭിച്ചത് മുഹറം കൊണ്ട് ആരംഭിച്ചു, അത് പവിത്രമായ മാസം. ദുൽഹിജ്ജ കൊണ്ട് 12ാമത്തെ മാസം അവസാനിപ്പിച്ചു, അപ്പം അതും പവിത്രമായ മാസം. അപ്പോൾ 2 മാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചതും നിർത്തിയതും വളരെ പവിത്രമായ മാസം കൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഈ മുഹറം മാസത്തിലാണ് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പറയുകയാണ്, താബല്ലാഹു ഫീഹി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് നിന്നൊരു തെറ്റുപറ്റി. അറിയാലോ, ആ തെറ്റുപറ്റിയപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഫതലക്ക ആദം മിർ റബ്ബിഹി കലിമാത്ത്, അള്ളാഹു ആദം നബിക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു അല്ലേ. ആ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബന ലലംന അൻഫുസന
വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ലലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് നീതീകരിക്കാൻ കഴിയാത്ത പാപങ്ങൾ ചെയ്തുപോയി, തെറ്റുകൾ ചെയ്തുപോയി. ഫഇല്ലം തഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, വതർഹംനാ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ രണ്ട് ലോകവും നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകുമെന്ന് അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നടത്തിയ മാസം മുഹറമാണ്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച മാസവും മുഹറമാണ്. താബല്ലാഹു ഫീഹി ആദം, ആദം നബിയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ച മാസം. നമുക്കെന്ത് മനസ്സിലായി? പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന മാസം, നന്മകൾ ചെയ്യാൻ പറ്റിയ മാസം അല്ലേ? അതുപോലെ അഖ്റജ ഫീഹി യൂസുഫ് മിന സിജിൻ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിതനാക്കിയ മാസം മുഹറം. മുഹറം പോയി കുടുങ്ങിയ മാസം എന്നല്ല കേട്ടോ. എല്ലാവരും മനസ്സിലാക്കുന്നത് മുഹറം മാസത്തിൽ എന്തുകൊണ്ടാണ് ആ വിശ്വാസം വന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഷിയാക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി ശത്രുക്കൾ വധിച്ച മാസം ഇത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഇസ്ലാമിന് വ്യക്തിപൂജ ഇല്ലല്ലോ ഉണ്ടോ? എന്നാൽ ഷിയാക്കൾ വ്യക്തിപൂജയിലൂടെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് വികലമാക്കാൻ ശ്രമിക്കുന്നത്. അത് വികലമാക്കാൻ ശ്രമിക്കുന്നതോ ജൂതന്മാരായ നേതാക്കന്മാരിലൂടെ. അതൊന്നും പല മുസ്ലിങ്ങൾക്കും അറിയില്ല, ചരിത്രപരമായ അറിവുമില്ല. ഒന്നാമത്തത് പഠിക്കൂല, പുതിയ അറിവ് തേടൂല, ഉള്ള അറിവും കൊണ്ട് നിലവിളിക്കും. അതാണ് കാരണം. ഉള്ള അറിവ് കൊണ്ട് ഉള്ളത് പൈസാക്കിയിട്ട് അങ്ങനെ നിലവിളിച്ച് പോവുകയാണ്. അല്ലാണ്ട് കിതാബ് വായിക്കലോ അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചരിത്ര വായന നടത്തുകയോ അതിലൊരു ഗുണപാഠം ഉൾക്കൊള്ളലോ ഒന്നും ചെയ്യുന്ന പുരോഹിതന്മാർ വളരെ കുറവാണ്. അതാണ് അതിനൊരു കാരണം. അപ്പം നമുക്ക് നോക്കാം. ഇനി റദ്ദ ഫീഹി അല യാക്കൂബ് ബസ്റഹു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച മകൻ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് കരഞ്ഞ് ഒബിയല്ലത്ത് ഐനാഹു, യാക്കൂബ് നബിയുടെ മകന് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് തൻ്റെ രണ്ട് കണ്ണുകളുടെയും കൃഷ്ണമണി വെളുത്തുപോയി എന്നാണ് ഖുർആൻ പറഞ്ഞു. ആ വെളുത്ത കൃഷ്ണമണി റദ്ദ ഫീഹി അല യാക്കൂബ് ബസ്റഹു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചു നൽകിയതും മുഹറമിലാണ്. അപ്പം നന്മകൾ നിറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നതോ കല്യാണം നിശ്ചയിക്കാൻ പാടില്ലേ, മുഹറം കയ്യാണ്ട 10 കയ്യാണ്ട ഒന്നും ചെയ്യണ്ട അല്ലേ, മാർക്കം വരെ കഴിക്കൂല. ഇതെന്താ വെച്ചിട്ടാണ് എനിക്കറിയില്ല. മുഹറം 10 കയ്യാണ്ട ഒന്നും ചെയ്യണ്ട. ചിലർ മുടി വെട്ടാൻ പോകില്ല, മുഹറം 10 കഴിഞ്ഞിട്ട് വെട്ടാൻ. എന്താ ഇപ്പം ഇതിനൊക്കെ പറയുക അല്ലേ? അതുമാത്രമല്ല, വാഹനം റോട്ടുമല്ല ഇറക്കൂല, അപകടം വരും. മുഹറം 10 കയ്യാണ്ട് അതിനനുസരിച്ച് വയലു പറയും മൊയ്ലിയന്മാർ കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഷിയാക്കൾ ഇസ്ലാമിലേക്ക് കടത്തിയതാണ്. അങ്ങക്കറിയാലോ എന്തൊക്കെയാണ് അവരെ വാദം എന്നറിയോ? ഒരു വാദം മുഹമ്മദ് നബിക്ക് ആയിരുന്നില്ല നുബുവത്ത് കൊടുക്കേണ്ടത്, ജിബ്രീലിന് തെറ്റിപ്പോയതാണ്, തെറ്റിപ്പോയിട്ട് മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ്. അങ്ങനെ മുഹമ്മദ് നബിക്ക് അല്ല നുബുവത്ത് കൊടുക്കേണ്ടിയിരുന്നത്, ജിബ്രീലിന് തെറ്റിപ്പോയതാണ്. ആ വാദം വാദിക്കുന്ന ആളുകളാണ് ഈ മുഹറം 10 കഴിയാതെ ഒരു നന്മയും ചെയ്യരുത് കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാ നന്മയും മുഹറത്തിൽ നടക്കണം കേട്ടോ. നമ്മളെ വീട് താമസം, നമ്മൾ സ്ഥലം വാങ്ങൽ, നമ്മുടെ മോളെ കെട്ടിക്കൽ, ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ഇനി എന്തുണ്ടാവും അറിയോ? നിങ്ങൾ മോളെ കെട്ടിച്ചു, എൻ്റെ വർത്താനം കേട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്തോ എന്നറിയാം, അന്നേ ഞാൻ പറഞ്ഞു കേട്ടോ. എന്താ കാരണം? ഇസ്ലാമിൽ ഇസ്തിഖാമത്തില്ലാത്ത ഉറച്ചു നിൽക്കാത്ത ആളുകൾ അള്ളാഹ് പരീക്ഷിക്കും. തൻ്റെ വിശ്വാസം ഓനെന്ത് ചെയ്യും? അതിലേക്ക് ഉറപ്പിക്കും. നിങ്ങളില്ലേ ഇവിടെ ഗുരുവായൂരൊക്കെ പോയിട്ട് തുലാഭാരം നടത്തിയിട്ട് എനിക്ക് മക്കളുണ്ടായെന്ന് പറഞ്ഞല്ലേ ഇല്ലേ? ഓരോ വിശ്വാസം അതാണ്. അത് ചെയ്തതിന് ശേഷം കുട്ടി എനിക്ക് പറയും, മനസ്സിലായി? അപ്പോൾ വിശ്വാസം അതാണ്. അതുപോലെ കല്യാണം നടന്നു മുഹറത്തിൽ, അല്ലെങ്കിൽ വീടുണ്ടാക്കി, ആ വീട് വിൽക്കേണ്ടി വന്നു, ഉണ്ടാക്കിയ വീട്. എന്നെന്തു പറയും? നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ ഭാര്യ പറയും നമ്മളോട്, ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളോട് മുഹറാണ്
വീട് ഉണ്ടാക്കണ്ട, അതിപ്പോൾ ചെയ്യേണ്ട, സ്ഥലം വാങ്ങണ്ട, കുറ്റിയടിക്കേണ്ടെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. ആ പള്ളിക്കലെ മൗലവിൻ്റെ വർത്താനം കേട്ടിട്ടല്ല നിങ്ങളിതൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ആർക്ക് പോയി ഉണ്ടോ? അപ്പം ഈ മാസത്തിൽ പവിത്രമായ മുഹറം മാസവും അതിലെ അന്ധവിശ്വാസങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്കത് പരിശോധിക്കാം. ഇതുപോലെ തന്നെ ഓരോ മുഹറം മാസത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ വിശദീകരണം, വഫീഹി കശഫല്ലുർ അൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബാധിച്ച മാറാ രോഗം അള്ളാഹു നീക്കിക്കൊടുത്തത് മുഹറത്തിലാണ്. അപ്പം രോഗികൾക്കും ചികിത്സിക്കാൻ പറ്റും അല്ലേ? അള്ളാഹു മാരകമായ രോഗം നൽകി അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബിയെ പരീക്ഷിച്ചത് നമുക്കറിയാം അല്ലേ? കുടുംബം വിട്ടുപോയി, ഭാര്യ ഒഴിവാക്കിപ്പോയി അല്ലേ? മക്കളെല്ലാം ബാപ്പനെ ഒഴിവാക്കി. ആരെ? അള്ളാഹിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബിയെ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു പരീക്ഷിക്കുമ്പോൾ അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനെന്നോ ഈമാനുമായി അടുത്തവരെന്നോ പള്ളി കമ്മിറ്റിക്കാരെന്നോ ഒന്നും നോക്കൂല. പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ചിലവെന്താ പറയുക, ഞാൻ പള്ളി കയറിയതിൻ്റെ ശേഷമാണ് ഇപ്പോഴുള്ള എല്ലാ പരീക്ഷണവും വന്നത്. കള്ളുടിച്ച് നടക്കുന്ന എത്ര കുഴപ്പമില്ല ഇനി. കാരണം ഓൻ്റെ വിചാരം പള്ളിക്ക് കയറിയിട്ടതല്ല, എൻ്റെ ഈമാൻ റെഡിയാണോ എന്ന് അറിയാനായി അള്ളാഹ് എന്ത് തരുന്നു? എൻ്റെ ഇതിലേക്ക് എൻ്റെ പരീക്ഷ തരുന്നു. അപ്പം പരീക്ഷണം ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ രോഗം തരും അല്ലേ? അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള ഇടങ്ങറുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യനെ കൊണ്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം, എന്തെങ്കിലും ആയിട്ട് തന്നുകൊണ്ടിരിക്കും കേട്ടോ. അതെപ്പോഴാണ്? നിങ്ങൾ നന്നാകാൻ തീരുമാനിക്കുമ്പോൾ. കേടെന്നാൽ പിന്നെ പരീക്ഷണം ആവശ്യമില്ലല്ലോ. കള്ളും കുടിച്ച് വ്യഭിചരിച്ച് നടക്കുന്ന ആൾക്ക് ഇങ്ങനത്തെ പരീക്ഷണം കൊണ്ട് അതിലും വലിയ പരീക്ഷണം ഇനി വേറെ ഉണ്ടാവും. അപ്പം ഇനി വേറെ കൊടുക്കൂല. പക്ഷേ പള്ളിയിൽ കയറി നടക്കുന്ന അള്ളാഹിനോട് ബന്ധപ്പെടുന്നവർക്കാണ് കൂടുതൽ പരീക്ഷ ഉണ്ടാകുക. അതാ റസൂലുള്ള പറഞ്ഞത്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി. വിശ്വാസിയായ പുരുഷൻക്കും വിശ്വാസിനിയായ പെണ്ണിനും മാ യസാലുൽ ബലാ, പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യൽഖല്ലാഹു തആല, അല്ലാഹു തആലയെ അവൻ കണ്ടുമുട്ടും വരെ. മാ അലൈഹി ഖത്തിയ, അവൻ്റെ മേൽ ഒരു പാപവുമില്ലാതെ. എല്ലാ പാപവും ഈ പരീക്ഷണത്തിലൂടെ അള്ളാഹു മൈനസ് ചെയ്യും. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നാലോ, ഒരു ഈമാൻ, അങ്ങനെ ഒരു ശിക്ഷ വന്നു നമ്മളുടെ നേരെ, അത് അള്ളാഹു എനിക്ക് എൻ്റെ പാപങ്ങൾ പൊഴിച്ചു കളയാൻ, ഒരു പാപവുമില്ലാതെ പരലോകത്ത് എന്നെ റബ്ബിന് കണ്ടുമുട്ടാൻ വേണ്ടിയാണ് അള്ളാഹു എനിക്ക് ഈ പരീക്ഷണം തന്നത് നമ്മൾ പറയാം. നമ്മളെന്താ പറയല അറിയോ? എന്തിനീ പരീക്ഷണം എനിക്ക് തന്നു? ആണ്ടി വടിവോനെ. ഒരു വിഭാഗം ആണ്ടി വടിവോനെ അറിയും, നമ്മൾ പടച്ചോനെ അറിയും അല്ലേ? അപ്പം അള്ളാഹു പരീക്ഷണം തരുന്നത് നമ്മളുടെ ഈമാൻ ഉറപ്പിക്കാനും നമ്മളുടെ എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കാനുമാണ്. അല്ലാണ്ട് മുഹറം അള്ളാഹു മാത്രമല്ല, അള്ളാഹു ആണെന്ത്? അള്ളാഹുന്റെ റസൂൽ ഖുദ്സി ഹദീസിൽ, അതായത് അള്ളാഹു നേരിട്ട് പറയുന്നൊരു ഹദീസുണ്ട്. അതിൽ അള്ളാഹു പറയാണ്, യസുബുനി ഇബ്നു ആദം, ഞാൻ സൃഷ്ടിച്ച ആദമിൻ്റെ മക്കൾ എന്നെ ചീത്ത വിളിക്കുന്നു. ആരാ? അള്ളാനെ ചീത്ത വിളിക്കുന്നു. എന്താ കാരണം? അവൻ ദിവസങ്ങൾക്ക് പവിത്രത കൽപ്പിക്കുന്നു. അങ്ങനെ ഞാൻ സൃഷ്ടിച്ച ദിവസങ്ങൾക്ക് നേഴ്സുണ്ട് അന്ന് പോകണ്ട. ഹജ്ജിനൊക്കെ പോകണ കണ്ടില്ല, തിങ്കളാഴ്ച ആയിരിക്കും പോകേണ്ടി വരിക ഫ്ലൈറ്റ്. പക്ഷെ ഇപ്പം ഇവിടുന്ന് തിങ്കളാഴ്ച ഇറങ്ങാൻ പാടില്ല. എന്താ? നേഴ്സുണ്ട്. അപ്പം എന്നിറങ്ങണം. എന്നാ പിന്നെ നേഴ്സില്ലാത്ത? തിങ്കളാഴ്ച പോകേണ്ടതിന് ബുധനാഴ്ച എന്നറിഞ്ഞാൽ ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും എയർപോർട്ടിൻ്റെ അവിടെ റൂം എടുത്ത് താമസിക്കുക. ആര് കൂടുന്ന വിശ്വാസം? അത് ഷിയാക്കൾ. ആ ഷിയാക്കളിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാർ അത് ഏറ്റെടുത്തിട്ട് മുസ്ലിങ്ങളിലേക്ക് കടത്തിവിട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മാസമാണ് പരിശുദ്ധ മുഹറം മാസം കേട്ടോ. വഫീഹി അഖ്റജ യൂനുസ് മിൻ ബത്നി ഹൂത്ത്, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി രക്ഷപ്പെട്ടത് മുഹറം മാസത്തിലാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഔന്നിത്യങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഈ മാസത്തിൻ്റെ കേട്ടോ. അതുപോലെ തന്നെ വഫീഹി ഫലക്കൽ ബഹറ ലി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ രക്ഷപ്പെടുത്തി സമുദ്രത്തെ പിളർത്തി കൊടുത്ത മാസവും മുഹറം. അങ്ങനെ ഇനി നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിലൂടെ ആ ഭാഗം ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം അനുഗ്രഹീതമായ നന്മകളാണ് ഈ മാസത്തിൽ അള്ളാഹു നൽകിയത്. ഏതായിരുന്നാലും പരിശുദ്ധമായ മനോഹരമായ അള്ളാഹു പവിത്രമാക്കിയ മാസത്തെ
ഒരു കാരണവശാലും ദുശ്ശകുനങ്ങളുടെ നാളുകളായോ മാസങ്ങളായോ കാണാതിരിക്കുക. അത് നിങ്ങളുടെ എല്ലാ നന്മകളും, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ നന്മകളും ദുനിയാവിൽ ഉണ്ടായത്, എല്ലാ ഖൈറും നൽകിയത് പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് മുതൽ, യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുതൽ, യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുതൽ, അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തത് മുതൽ, യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വായിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുതൽ, ഇസ്രായേലിയരെ അള്ളാഹു ബഹറിനെ രണ്ടായി പിളർത്തി രക്ഷപ്പെടുത്തിയ ഇതെല്ലാം നടന്ന അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പവിത്രമായ മാസം. ഈ മാസത്തെ നന്മകൾ കൊണ്ട് വർദ്ധിപ്പിക്കുകയും എല്ലാ തിന്മകളും ഒരു കാരണവശാലും ഇരട്ടി ശിക്ഷ ലഭ്യമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകല തിന്മകളിൽ നിന്നും പിന്മാറുക, മാറി നിൽക്കുക. എല്ലാ മാസവും തിന്മകൾ ചെയ്യേണ്ടതല്ല, നന്മകൾ ചെയ്യണം. എല്ലാ മാസവും നന്മ ചെയ്യണം. എന്നാൽ തിന്മ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരും, മനുഷ്യനല്ലേ. എന്നാൽ മുഹറം മാസത്തിൽ ഒരു തിന്മ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരട്ടി ശിക്ഷ ലഭിക്കുന്ന ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അത്തയ്യിബീൻ അത്താഹിരീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് റഹ്മാന്റെ നിയമങ്ങളെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, തിന്മകളിൽ പെടാതെ നന്മകളിൽ പെട്ടുകൊണ്ട് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരു വലിയൊരു ചരിത്രം പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങളെ കൽബിലേക്ക് നൽകാൻ ശ്രമിക്കുകയാണ്. അത് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ജനിക്കുന്നത് ഈജിപ്തിലാണ്. അന്ന് ഈജിപ്ത് ഭരിക്കുന്നത് ക്രൂരനായ ഭരണാധികാരിയായ ഫറോവയാണ്. ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുന്നവനും കൂടി. അന റബ്ബുക്കുമില്ല എന്നായിരുന്നു ഫറോവയുടെ വാദം. അവന്റെ രാജകീയ ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു ജ്യോത്സ്യൻ, ഒരു കാഹിൻ, ഒരു കണക്ക് നോട്ടക്കാരനായ ജ്യോത്സ്യൻ പറഞ്ഞു ഫിറോവിനോട്, ഈ ഇസ്രായേലിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ അവൻ നിങ്ങളെ വധിക്കുകയും നിങ്ങളുടെ ഭരണകൂടത്തെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്രായേലിലെ ആൺകുട്ടികൾ ജനിക്കാതിരിക്കാൻ നിങ്ങൾ നിയമം പാസ്സാക്കണം എന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. ആ ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇസ്രായേലിൽ ജനിക്കുന്ന ഒരൊറ്റ ആൺകുട്ടിയെയും ജീവിക്കാൻ പറ്റില്ല. ഖുർആൻ പറയുന്നുണ്ട്, യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹീന നിസാഅക്കും. അവൻ ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെ യുദബ്ബിഹൂന അറുകൊല ചെയ്യും. അങ്ങനെ പ്രസവിച്ച കുഞ്ഞിനെ ഏറ്റുവാങ്ങി തല കീഴായി പിടിച്ച് ആ കുഞ്ഞിന്റെ തല പാറയിലടിച്ച് നൈൽ നദിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഇല്ലിമുളം കാട്ടിലേക്ക് വലിച്ചെറിയും. അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും ഒരുപാട് മയ്യത്തുകൾ. അത്രയും ക്രൂരനാണ്. യുദബ്ബീന അബ്നാഅക്കും വയസ്തഹീന നിസാഅക്കും. പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അനുമതിയും കൊടുക്കും. ഈ സമയത്താണ് മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിയെ ഗർഭം ധരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയും നിയമങ്ങളും മറ്റൊന്നായിരുന്നു. ആ നിയമം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിന്റെ ഉമ്മാക്ക് വഹി കൊടുത്തു, തോന്നിപ്പിച്ചു. ആണുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ദിവ്യബോധനവും ചില സ്ത്രീകൾക്ക് അള്ളാഹു കൊടുക്കുമ്പോൾ അത് ഉത്ബോധിപ്പിക്കലാണ്, ഓർമ്മപ്പെടുത്തൽ. ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹ. മൂസാ നബിയുടെ ഉമ്മാക്ക് കൊടുക്കേണ്ട എല്ലാ ഓർമ്മപ്പെടുത്തലുകളും ബോധ്യവും അള്ളാഹു നടത്തി. എന്താ കൊടുത്തത്? നീ പ്രസവിച്ചാൽ അനിഖ്ദി ഫീഹി ഫി താബൂത്ത്, കുട്ടിയെ പെട്ടിക്കകത്താക്കുക. എന്നിട്ട് ഫഖ്ദി ഫീഹി ഫിൽ യം, കുട്ടിയെ നൈൽ നദിയിൽ ഒഴുക്കിയേക്കണം. ഫൽ യുൽഖിഹിൽ യമ്മു ബിസാഹിൽ, ആ നദി കുട്ടിയെ കരയിലേക്ക് അടുപ്പിച്ചോളൂ. എന്നിട്ടോ യഖുദുഹു അദുവുല്ലി വ അദുവുല്ല, എന്റെയും അവന്റെയും ശത്രുവിന്റെ കയ്യിലാണ് ഫിറോവിനെ കിട്ടുക. ഇത്രത്തോളം കാര്യം
മൂസാ നബിൻ്റെ ഉമ്മാക്ക് അള്ളാഹു തോന്നിപ്പിച്ചു. അത് പ്രകാരം പെട്ടിക്കകത്താക്കി ഒഴുക്കി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയത് നൈൽ നദിയിൽ ഫിറോവിൻ്റെ ഭാര്യ ആസിയ ബീവിയും തോഴിമാരും കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെട്ടി ഒഴുകിയെത്തിയത്. ആ പെട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ ആസിയ ബീവി ഫിറോനും ആ പെട്ടി തുറന്നപ്പോൾ സുന്ദരനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ചെറിയ ബാലൻ, ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മക്കളില്ലാത്ത ആസിയ ബീവിയുടെ മനസ്സിലേക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ വളർത്താനുള്ള മോഹം ഇട്ടുകൊടുത്തു. ആ മോഹം ആസിയ ബീവി ഭർത്താവായ ഫറോവയോട് പങ്കുവച്ചു. ഭാര്യയെ ഒരു നിലക്കും കുഞ്ഞിനെപ്പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഭർത്താവ് എന്നുള്ളവർക്ക് ഭാര്യ പറഞ്ഞ ആ അഭിപ്രായം ഫിറോൻ സ്വീകരിച്ചു. അത് അള്ളാഹു സ്വീകരിപ്പിച്ചു. ഇതാണ് അള്ളാന്റെ ഇടപെടൽ. ഇത് അള്ളാന്റെ ഇടപെടല, ആർക്കും അറിയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞറിയോ, ഞാൻ അവിടെ പീടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടായി. ആ പൈസ കൊണ്ട് ഞാൻ വയനാട്ടിൽ പോയി വേറെ പീടിയായി. ഇതൊക്കെ അള്ള ഇടപെടുന്നതാണ്. നിങ്ങൾ പറയും എന്താ പറയുക, എൻ്റെ ഇൽമുകൊണ്ടും എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടാണ്. ഒരു ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാത്ത എത്ര ആൾക്കാരുണ്ട് സമ്പന്നരായി ജീവിക്കുന്നു. ഒരു പിണ്ണാക്കോൾക്ക് അറിയില്ല. അതെന്താ അള്ള ഇടപെടുന്ന. പിന്നെ പൈസ ഉണ്ടായി കഴിയുമ്പോൾ മുമ്പ് ആരോ പറഞ്ഞില്ലേനോ, പിന്നെ നമ്മളൊക്കെ ലോകപരിചയം വിദ്യാർത്ഥിയാണ്. LP പറഞ്ഞ ആളൊന്നും ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞ കാലല്ലല്ലത്. LPക്ക് ഫുൾ ഫോമാണ് ലോകപരിചയം സ്റ്റുഡൻസ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പൈസ കൂടിയ അറിവാണ്ട് കൂടും. ഇംഗ്ലീഷ് തിരിയും, ലാംഗ്വേജ് എല്ലാം തിരിയും. കാരണം മൂപ്പരെല്ലാ നാട്ടിൽ പോകും. ഇപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, തമിഴ് സകല ഭാഷ അറിയും. അത് ഈ മുക്കാല് കൂടിയതുണ്ടാകും. ആ മുക്കാല് കൂട്ടിയതാരാ? അതല്ലേ, അല്ലാതെ എൻ്റെ കഴിവല്ല. നമ്മളുടെ ഒക്കെ മയ്യത്ത് മാറാറുള്ളതെന്ന് അറിയുന്നത്, ഓരോ മനുഷ്യൻ്റെയും തലച്ചോറ് 6% മൊത്തത്തിൽ ഉപയോഗിക്കുക. 94% തലച്ചോറ് ഉപയോഗിക്കാണ്ടാണ് കബറിൽ കൊണ്ടുപോയി മാറാറുള്ളത്. 6% ഉപയോഗിക്കണുള്ളൂ. ആയത് മനുഷ്യന്മാർക്ക് അല്ല കൊടുത്ത തലച്ചോറിൻ്റെ 6% ഉപയോഗിക്കുന്ന 94% ഉപയോഗിക്കാണ്ടാണ് കൊണ്ടുപോയി മാറാറുള്ളത്. കാരണം പഠനവും ചിന്തയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആകെ പഠനവും ചിന്ത എന്താ, കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കണം, ചിക്കൻ എങ്ങനെ കമ്പിമ തിരിക്കണം അല്ലേ. എന്നിട്ട് അതിനെന്ത് പേര്, തവാഫ് കോയി. ഓൻ്റെ ബുദ്ധി പോയതേ. ആ ജാതി ചവറ് പോലത്തെ മനുഷ്യന്മാർ നന്മകളെപ്പറ്റി ചിന്തിക്കാറില്ല. ഓൾക്ക് മുക്കാലുണ്ടാക്കണം. ആർക്ക് എന്ത് രോഗം വന്നാലും വേണ്ട. ബർമ്മയുടെ ശവം തിന്നാലും വേണ്ട, ഷവർമേ അതൊക്കെ കുട്ടിയെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണോ അത് എക്സോസ്റ്റ് വെച്ചിട്ട് പുറത്തേക്ക് അടിച്ച് വീശും. അപ്പോൾ ഈ ചെറുപ്പക്കാരി കുട്ടികളുണ്ടല്ലോ, സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ ഓൻ്റെ മണത്ത അവിടെ നിർത്തും. അപ്പം അത് ഓനക്കറിയാം, അത് ഓൻ കച്ചവടക്കാരിട്ടിരിക്കുക. അപ്പം എന്താ അറിയോ, മൂപ്പര് അങ്ങനെ പൈസ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു 10 കൊല്ലം കച്ചവടം ചെയ്ത്. അപ്പോഴേക്കും മൂപ്പർക്ക് രോഗം വന്ന് അറ്റാക്ക് വന്ന് അങ്ങ് മരിച്ചും പോയി. അപ്പോൾ ഈ ഉണ്ടാക്കിയ പൈസ ഒക്കെ അതവിടെ കണക്ക് വരണം വേണ്ടേ. ലാ തസൂദു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസ്. 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ആദമിന്റെ മക്കൾക്ക് മഹ്ശറയിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ അല്ലാഹ് സമ്മതിക്കൂല കേട്ടോ. അതിലൊന്നെന്താ അറിയോ, വാൻ മാലിഹി, പണം. നിങ്ങൾ വിചാരിക്കും എനിക്ക് എങ്ങനെ ഉണ്ടാക്കാലോ, പൈസ ഉണ്ടാക്കിയ എല്ലാ ഇതിനാ, എല്ലാവർക്കും അങ്ങനെ ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം, ഇവിടെ പൈസ ഉള്ളവർക്ക് പെണ്ണുള്ളൂ അല്ലേ. നല്ല പൈസ ഉണ്ടോ, എന്ത് തോന്നിയാസം കളിച്ചാലും ഒരു കുഴപ്പമില്ല. മുക്കാലുണ്ടല്ലോ അല്ലേ. ഓളെ വാപ്പാതാ പറയാ. പിന്നെ മൂപ്പർ കുടിക്കും. അതിനെന്താ, പെരുന്നാളിൻ്റെ അന്നല്ലേ. പെരുന്നാളിൻ്റെ അന്ന് കുടിക്കാത്തവരാരാണ് അമ്മ സംഘ. ഈ ജാതി മാപ്പിളാരുടെ ഇടയിലാണ് നമ്മളെ ഈ കുത്തുബ നടത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കുത്തുബ നടത്തുന്നത് പോലത്തെ ചവറ് പോലത്തെ മനുഷ്യന്മാരുടെ ഇതാണ്. പക്ഷെ നിങ്ങളല്ല കേട്ടോ. നിങ്ങൾ അൽഹംദുലില്ലാ ഈ പള്ളിയിൽ ഞാൻ 38ാമത്തെ കൊല്ല ഈ മിമ്പറിന് കയറുന്നത്. നിങ്ങളെ ഞാൻ ശരിക്കും പറഞ്ഞ് എന്നെക്കൊണ്ടാവും വിധം ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ഖുത്ബ കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കും, ജനങ്ങൾക്ക് അതുകൊണ്ട് ഫലപ്രദമായിട്ടുണ്ടോ? ഉണ്ടെന്ന് എൻ്റെ ധാരണ ഇല്ലേ. ഞാൻ എന്നെക്കൊണ്ടാവും വിധമുള്ള ഭാഷ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന ഭാഷയായിരിക്കും. പക്ഷെ അതിനൊക്കെ ഞാൻ നിങ്ങളോട് ഉള്ളാലെ ക്ഷമ ചോദിക്കുന്നു. നാളെ പരലോകത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടും കേട്ടോ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്,
ഒരുപാട് തിന്മകൾ പേറിക്കൊണ്ടാണ് നമ്മളെ ജീവിതം. പറ്റില്ല. നമ്മൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. മുക്കാലുണ്ടാക്കിയാൽ മാത്രം പോരട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൊട്ടാരത്തിൽ വളർത്തിയല്ല. നോക്കണം നിങ്ങൾ, ഫിറോൻ ആണുങ്ങളെ കൊല്ലണമെന്ന് ഓർഡർ ഇട്ട അതേ കൊട്ടാരത്തിൽ അള്ളാഹു മൂസാ നബിനെ വളർത്തിച്ചു. ഇതാണ് അള്ളാഹിന്റെ ഇടപെടൽ. അങ്ങനെ അവിടുന്ന് യുവാവായ സമയം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം വന്ന് ഒരാൾ മരിച്ചുപോയി. അല്ലേ? ഇതൊക്കെ കഥകളൊക്കെ നമുക്കറിയാം. കഥകൾ പറയാൻ വേണ്ടിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം നാട് വിട്ടു മദിയൻ എന്ന പ്രദേശത്തേക്ക്. അവിടെ ചെന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഷുഐബ് നബി എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും അവിടെ പെൺമക്കളുള്ള ഒരു വീട്ടിലാണ് മൂപ്പർക്ക് കെയറിങ് കിട്ടിയത്, താമസിക്കാൻ സൗകര്യം കിട്ടിയത്. അപ്പം ആ പിതാവ് പറഞ്ഞു മൂസാ നബിയോട്, ഇവിടെ പെൺകുട്ടികളുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുട്ടികളിൽ ഒരാളെ വിവാഹം കഴിച്ചോളി, എൻ്റെ ആടുകളെ നിങ്ങൾ മേക്കുക എന്നത് മഹർ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു തരാം. മഹറേ, നിങ്ങൾ സ്ത്രീധനല്ല, മഹർ ജോലി വെച്ച് ആ ആടുകളെ മേക്കുകയാണല്ലേ. ഈ സ്ത്രീധനം ഉണ്ടാക്കിയ ജൂതന്മാരാണ്, ബ്രിട്ടീഷുകാരാണ് കേട്ടോ, ഇസ്ലാമിലുള്ളതല്ല ഒന്നും. അപ്പോൾ അങ്ങനെ ആ വിവാഹമൊക്കെ മനോഹരമായി നടന്നു. കുട്ടികളും കുടുംബമൊക്കെ ആയപ്പോൾ മൂസാ നബിക്ക് ഒരാഗ്രഹം, ഒന്ന് നാട്ടിലേക്ക് വന്നാൽ തിരക്കില്ല. 8 വർഷങ്ങൾക്ക് ശേഷം ആ രംഗം ഖുർആൻ സൂറത്ത് ശൂറായിൽ വിശദീകരിക്കുന്നു. ഇത് നാദാ റബ്ബുക മൂസ അനിയത്തിൽ ഖൗമല്ലാലിമീൻ. സീനാ പർവ്വതത്തിൽ താഴ്വരയിൽ ആ കുടുംബം എത്തിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന കൊടുത്തു, ഫിറോന്റെ അടുത്ത് പോകണം, അവനെ അള്ളാഹുലേക്ക് വിളിക്കണം. നേരെ ലോകത്താരും ഒരല്ലാനെ പടച്ചോനിലേക്ക് വിളിച്ചില്ല. ഒരല്ല എന്ന് വാദിക്കുന്ന ആളെയാണ് അള്ളാഹിലേക്ക് വിളിക്കേണ്ടത്. അല്ലേ? അങ്ങനെ അവിടെ ചെല്ലാൻ അദ്ദേഹം പറഞ്ഞു, യലീഖു സുദ്രി, അള്ളാഹുവെ എൻ്റെ കൽബ് നടുങ്ങുകയാണ്. കാരണം എന്താ? അഖാഫു, ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്ത്? അവനെന്നെ കൊല്ലുമെന്ന്. യഖ്തുലൂൻ, കാരണം എന്താ? എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്. അല്ലേ? വലഹും അലയ്യ ദൻബുൻ ഫഅഖാഫു യഖ്തുലൂന, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പം അള്ളാഹ് പറഞ്ഞു, വേണ്ട, ഒരു അപകടവും ഉണ്ടാവില്ല. ഇന്നമാ ഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബ് ഉണ്ടാവും കേട്ടോ. കല്ല, ആ പറച്ചിൽ ശരിയല്ല, പോയിക്കോളൂ, കൂടെ ഞാൻ ഉണ്ടാവും എന്നല്ല പറഞ്ഞു. അങ്ങനെ ഫിറോവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ഫിറോവിനോട് പറഞ്ഞെന്താ അറിയോ? അർസിൽ മാനാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്ന ഈ ക്രൂരമായ നിയമത്തിൽ നിന്ന് ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുപോകും. ഇതാണ് പറയുന്നത്. ആരാ പറയുന്നത്? ആരോടാ പറയുന്നത്? അങ്ങനെ ആ വിഷയം വളരെ പ്രയാസകരമായ അവസരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കഥകൾ അവിടെ ഖുർആൻ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. പുറപ്പെടുന്ന വിവരം അള്ളാഹു ഫിറോവിനെ അറിയിച്ചു, ഇതങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പൊ എന്തിനാ ഫിറോവിനും കൂട്ടുകാരനും? അവന്റെ എല്ലാ കൊട്ടാര ജീവിതത്തിൽ നിന്നും അവന്റെ സൗഭാഗ്യങ്ങളിൽ നിന്നും അവൻ ഇറങ്ങി പരിവാര സമേതം. അങ്ങനെ ഏകദേശം പ്രഭാതവേളയിലായിക്കൊണ്ട് മൂസാ നബിയുടെയും അനുയായികളെയും കൂർത്തുമൂർത്ത കുന്തമുനകളാൽ കുത്തിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഓടിയെത്തി. അത് ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ തറാ അൽ ജംആൻ കാല അസ്ഹാബ് മൂസ ഇന്നാല മുദറക്കൂൻ, കുടുങ്ങിപ്പോയിട്ട മൂസ എന്ന് പറഞ്ഞ കഥകളുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു പറഞ്ഞു മൂസാ നബിയോട്, നീ ചെങ്കടൽ കടക്കണം. അപ്പൊ എന്ത് വേണം? ഇൽരിബ്യ സാക്കൽ ബഹറ, അടി മൂസെ മുന്നിൽ കാണുന്ന സമുദ്രത്തെ. കാരണം മുന്നിൽ അലതല്ലുന്ന പാരാവാരം, ബാക്കിൽ പിന്നിൽ സർവ്വവിധ യുദ്ധ സാമഗ്രിയോട് ഫിറോനും കൂട്ടരും ഉണ്ടാവും. അവിടെയാണ് അള്ളാഹ് ഇടപെടുന്നത്. മൂസ അടി മൂസെ, സമുദ്രത്തെ കയ്യിലുള്ള വടിയുണ്ട്. ഒറ്റ അടിയണ്ട് കൊടുത്തപ്പോൾ ഫൻ ഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, രണ്ടായിട്ടിട്ട് പിളർന്നു. മലന്തുന്ന പോലെ, മതിൽക്കെട്ട് പോലെ വെള്ളം രണ്ടായി പിളർന്നു. ആ വഴിക്ക് മൂസാ നബിയും അനുചരന്മാരും തൂർസീനാ പർവ്വതത്തിന് താഴ്വരയിലേക്ക് കയറി. അപ്പോഴേക്കും അള്ളാഹു ഫിറോനെയും കൂട്ടരെയും അടുപ്പിച്ചു. മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹു അവരെ മുക്കിക്കൊന്നു. അങ്ങനെ ആ മുക്കിക്കൊന്നുകൊണ്ട് ഇസ്ലാമിന്റെ ബദ്ധശത്രുവിനെയും അള്ളാഹു നശിപ്പിച്ച മാസമാണ് ഈ പരിശുദ്ധ മുഹറം. അതുകൊണ്ട് സർവ്വ നന്മകളുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ വിജയമുണ്ടാകും. മുഹറം മാസത്തിൽ പരമാവധി നന്മകൾ ചെയ്യുക, തിന്മകളിൽ നിന്ന് വെടിയുക. അള്ളാഹു നന്മകൾ കൂടുതൽ ചെയ്യാനും തിന്മകൾ വെടിഞ്ഞുകൊണ്ട് ഈ മാസത്തെ എല്ലാ പുണ്യവും
പ്രതിഫലങ്ങളും നേടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ കുടുംബത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.